വെൽക്കം ബാക്ക് ടു ചാനൽ ദി അർജുൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയിരിക്കുകയാണ്. എങ്ങനെ അടിച്ചുപോയി, എന്തുകൊണ്ട് അടിച്ചുപോയി, എന്തുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ ഫുള്ളും ഇരുന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിനാണ് വെറുതെ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഈ വീഡിയോക്കകത്ത് നിന്ന് കിട്ടും. പിന്നെ സബ്സ്ക്രൈബും ചെയ്യത്തില്ല, ചുമ്മാ ഇത് കണ്ടിട്ട് കാര്യമില്ലല്ലോ, എനിക്കും കൂടി ഒരു ഇത് വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നേരെ വീഡിയോട്ട് പോവാം. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ വീഡിയോ രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്നാമത്തെ മെയിൻ കണ്ടന്റ് ഇൻസ്റ്റാഗ്രാം എന്തുകൊണ്ട് പോയി, എങ്ങനെ തിരിച്ചെടുക്കാം, നിങ്ങൾക്കത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഇനി മുന്നോട്ടുള്ള പ്ലാനുകൾ എന്താണ്, പുതിയ വീഡിയോകൾ എന്താണ്, ഇങ്ങനെ ഡിലേ വരാതെയൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിട്ട് ഭാഗിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം നമുക്ക് പറയാം, ഇൻസ്റ്റാഗ്രാം എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. കേസ് എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു, അർജുൻ എസ് എന്നാണ് അതിൻ്റെ യൂസർ നെയിമും. ആ ചാനലായിരുന്നു, ചാനലല്ല, ആ ഇൻസ്റ്റ ഐ ഡി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം. എന്നെ ആദ്യം തന്നെ തുടങ്ങിയ ഇൻസ്റ്റഗ്രാം അതായിരുന്നു. ഫസ്റ്റത്തെ എൻ്റെ പേര് അതല്ലായിരുന്നു, അർജുൻ മച്ചാൻ 9277 എന്നായിരുന്നു. അത് പിന്നീട് ഞാൻ മാറ്റി. പിന്നെ മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് എൻ്റെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം. പാസ്വേഡും കാര്യങ്ങളൊന്നും അറിയാതെ എൻ്റെ ഇടയ്ക്കൊന്നും ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചെടുത്തപ്പോൾ ഞാൻ പേരും മാറ്റി എല്ലാം കിടിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് 600 ഫോളോവേഴ്സ് ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾക്ക് 600 ഫോളോവേഴ്സ് അല്ല, അത് കഷ്ടപ്പെട്ടോ. 600 ഫോളോവേഴ്സ് അത്രത്തോളം പാടുപെട്ട് ഉണ്ടാക്കിയ ഒരു ഫോളോവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പം എന്തായാലും അങ്ങനെ അത്ര ഫോളോവേഴ്സായി. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഫാമിലി, കൂട്ടുകാരികൾ, എൻ്റെ സ്കൂളിൽ പഠിച്ച എല്ലാവരും, അങ്ങനെ അറിയാവുന്ന എല്ലാവരെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അവരും തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറേ പേര് ഞാൻ അല്ലാതെ ഫോളോ ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. പുതിയതായി പരിചയപ്പെട്ട കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അത് ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്തത് എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോയി. ആദ്യത്തെ ഒരു ദിവസം എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ കൂട്ടുകാർ മെസ്സേജ് അയച്ചു, എടാ നീ എവിടാ, എനിക്കൊരു കാര്യം ചോദിക്കേണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തു, എടാ ഞാൻ ഇവിടെ വീട്ടിലാണ്, എന്താ നിൻ്റെ കാര്യം പറയാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. പക്ഷെ ആ മെസ്സേജ് അയച്ച ശേഷം അത് ഫെയിൽഡായിപ്പോയി. ഫെയിൽഡായെന്ന് വെച്ചാൽ മെസ്സേജ് പോകുന്നില്ല. അപ്പോൾ വേറെ ഒരാൾ എനിക്ക് മെസ്സേജ്, എൻ്റെ കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചു, എടാ എന്തെടുക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കുമ്പോൾ അതിന് മറുപടി കൊടുത്തു. അതും ആ മെസ്സേജും ഫെയിൽഡായിപ്പോയി. അതെന്തുകൊണ്ട്? അതും ഫെയിൽഡായിപ്പോയി ഗീസ്. അപ്പം ഞാൻ വിചാരിച്ചത് റേഞ്ച് ഇല്ലാത്തായിരിക്കുന്നു. ഞാൻ നെറ്റ് ഓഫാക്കിയിട്ട് ഫ്ലൈറ്റ് മോഡ് ഇട്ട് പിന്നെ നോക്കി, നെറ്റിൻ്റെ കുഴപ്പമില്ല. പിന്നെ അവിടെ തന്നെ എനിക്ക് സെൽഫി വെരിഫിക്കേഷൻ ചോദിച്ചു. അത് ഞാൻ കൊടുത്തു, കറക്റ്റായി. പിന്നെയും ചോദിച്ചു, പിന്നെയും കറക്റ്റായിട്ട് പിന്നെയും ആയിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പീൽ കൊടുക്കാൻ പോകുന്നു. സെൽഫി അല്ല, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പീൽ ചെയ്യാൻ പറഞ്ഞു. അത് അപ്പീൽ ചെയ്തു, ശരിയാകുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചത് എന്താണെന്നറിയാമോ? എൻ്റെ അക്കൗണ്ടേ ഇല്ല, യൂസർ നെയിം കാണാം, പ്രൊഫൈലൊന്നുമില്ല, ഫോളോവേഴ്സും കാണിക്കുന്നില്ല, ഞാൻ ഫോളോ ചെയ്ത ആൾക്കാരെയും കാണിക്കുന്നില്ല, ബയോ ഇല്ല, ഒന്നുമില്ല, വെറും ഒന്നുമില്ലാതെ കിടക്കുന്ന ഇൻസ്റ്റഗ്രാമാണ് കാണിക്കുന്നത്. എൻ്റെ കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും, എന്നെ ഫോളോ ചെയ്ത എല്ലാവർക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. പക്ഷെ അതും പോയി. ആ പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങി, ഞാൻ വെച്ചത് ഓക്കെ പോട്ടെ, പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോൾ മാറിക്കോളെന്ന് വിചാരിച്ച് പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ആ പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ശേഷം എനിക്ക് പറ്റിയ എന്താണെന്നറിയാമോ? തുടങ്ങി കുറേ കഷ്ടപ്പെട്ട് എന്നുവെച്ചാൽ കുറേ നേരം ഇരുന്ന് പുതിയ പ്രൊഫൈലിട്ടു, പുതിയ ബയോ ഇട്ട്, പഴയ ആൾക്കാരെല്ലാം ഫോളോ ചെയ്തു. അതിൽ കുറച്ച് ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്തു. കൂടിപ്പോയോ 20 മിനിറ്റ്.
20 മിനിറ്റിനുള്ളിൽ ആ അക്കൗണ്ടും അടിച്ചു പോയെന്ന് വെച്ചാൽ അപ്പീൽ വന്നു, അപ്പീൽ കൊടുത്തു, ശരിയാകുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ കൂടിപ്പോയും 3 അക്കൗണ്ടും കൂടി വീണ്ടും ചെയ്തു. ആ 3 അക്കൗണ്ടും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, കൂടിപ്പോയോ 20 മിനിറ്റ് അതിനുള്ളിൽ അടിച്ചു പോവുക. അപ്പീൽ കാണിക്കാൻ പറയും, അപ്പീൽ. ഞാനിത് എന്ത് ചെയ്യണമെന്ന് അറിയാം. കുറേ പേര് കടയെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കുഴപ്പമാണ്, മൊബൈലിൻ്റെ കുഴപ്പമല്ല, ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഞാൻ തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു. അങ്ങനെ അച്ഛൻ്റെ ഫോണിൽ ഞാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധമുണ്ട്. അച്ഛൻ്റെ ഫോണിൽ തുടങ്ങി, പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. അച്ഛൻ്റെ ഫോണിൽ തുടങ്ങിയിട്ട് ആ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഫോണിൽ തുടങ്ങാൻ നോക്കി, പക്ഷെ അടിച്ചു പോയി. അതിൻ്റെ കൂടെ തന്നെ മറ്റേതും പോയി. അച്ഛൻ്റെ ഫോണിൽ കിടന്ന ലോഗിൻ ആ അക്കൗണ്ടാണ് ഇതിൻ്റെ തൊട്ട് ലോഗിൻ ആക്കിയത്. ഇത് പോയപ്പോൾ അതും പോയി, അതിനും പണി കിട്ടി. കാരണം ആ ഇൻസ്റ്റാഗ്രാമും പിന്നെ ആ ഫോണിലും ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്തുകൊണ്ട് ഇങ്ങനെ ബാൻ കിട്ടിയെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറയുക. പിന്നെ കുറേ പേർ പറയുന്നത് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ല, 18+ ആയിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്പം തന്നെ ആക്കി വിടും. കാരണം കുറേ ബംഗാളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ. അതിനുശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. മെസ്സേജ് പോകാതിരിക്കുക, ഇപ്പം ഹാക്കായി പോയതും, അപ്പീൽ, മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം പോലും തുടങ്ങാൻ പറ്റാത്ത ഗതിയായിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫോണിലും ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പറ്റത്തില്ല, അമ്മയുടെ ഫോൺ തന്നെയാണ് എൻ്റെ ഫോണും. ഇനി ഒരു പുതിയ മൊബൈൽ എടുത്താൽ മാത്രമേ എനിക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ എനിക്ക് ഒരു വഴിയില്ല. നിങ്ങൾ പറയും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെയിൽ അയച്ച് നോക്കിക്കൂടെയെന്ന്. മെയിലൊക്കെ അല്ല, ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വർക്കൗട്ടായിട്ടില്ല. ഓക്കെ, ഞാൻ എല്ലാം ചെയ്തു. നിങ്ങൾക്കിത് വരയടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക. മാക്സിമം ഇതൊക്കെ ഫസ്റ്റ് തന്നെ വരുവാണെങ്കിൽ എത്രത്തോളം സെക്യൂരിറ്റി ഇടാൻ പറ്റുമോ അത്രത്തോളം സെക്യൂരിറ്റി ഇട്ട് ചെയ്യുക. പിന്നെ ഒരു വട്ടം ഹാക്കായ അക്കൗണ്ട് നിങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പോകില്ല. പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങി അങ്ങനെ പോവുക. ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല. എല്ലാവരും വന്ന് ചോദിക്കുക അവിടെ പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങണം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പോയി തുടങ്ങാൻ പറ്റത്തില്ല. 2 ഫോണിലും പറ്റത്തില്ല. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് എത്രമാത്രം ട്രൈ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ട്രൈ ചെയ്ത്, എന്നിട്ട് ഒരു റിസൾട്ടും എനിക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഒരാൾ പറഞ്ഞോടാ നീ ഒന്ന് മൊബൈൽ റീസ്റ്റോർ അടിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 കളിപ്പിച്ച് ഫോട്ടോസൊക്കെ വേറെ ഫയലിലേക്ക് മാറ്റി, അച്ഛൻ്റെ ഫോണിലേക്ക് മാറ്റി ഞാൻ റീസ്റ്റോർ അടിച്ച് നോക്കി. പക്ഷേ ഭാഗ്യം അവിടെയും വന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, എൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം പോയപ്പോൾ എൻ്റെ ഫേസ്ബുക്കും പോയി. എൻ്റെ തെണ്ടിത്തരം കാരണം എൻ്റെ ഫസ്റ്റ് എൻ്റെ ഹാക്കായി പോയില്ലേ. അതിനുശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാം തിരിച്ചെടുത്തപ്പോൾ ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്തിട്ടു. കാരണം ഇനി പോകാതിരിക്കുക, പോയി കഴിഞ്ഞ് ഫേസ്ബുക്കായിട്ട് ലിങ്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതുവഴി തിരിച്ചെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചു. പക്ഷേ അത് വൻ പണിയായിരുന്നു. മറ്റേ ഇൻസ്റ്റാഗ്രാം പോയപ്പോൾ എൻ്റെ ഫേസ്ബുക്കും പോയായിരുന്നു. അതിൻ്റെ കൂടെ ആ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന സെയിം ഇത് തന്നെയാണ് ആ ഇൻസ്റ്റാഗ്രാം പോയ ശേഷം ഫേസ്ബുക്ക് എടുക്കുമ്പോൾ എനിക്ക് കാണിക്കുന്നത് അപ്പീൽ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ റീസ്റ്റോർ അടിച്ച ശേഷം ഫേസ്ബുക്ക് എടുത്ത് നോക്കും. ഫസ്റ്റ് ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്നത്. അപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങാൻ കാണിക്കുന്നു. പുതിയ അക്കൗണ്ട് തുടങ്ങി. ഫേസ്ബുക്കിന് കുഴപ്പമൊന്നുമില്ല. ഫേസ്ബുക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട് ഫേസ്ബുക്ക്. ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങി, കൂടിപ്പോയ ഒരു 1.5 ദിവസം നിന്ന് കാണും, അതും അടിച്ചുപോയി. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നീ ഒരിക്കലും ഈ ഫോണിലും അച്ഛൻ്റെ ഫോണിലും എനിക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു അക്കൗണ്ടിന് ബാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, സമ്മതിച്ച് ആ അക്കൗണ്ട് ഇനി ഒരു ഫോണിൽ എടുക്കാൻ പറ്റത്തില്ലെന്ന്. വേറെ അക്കൗണ്ട് തുടങ്ങുമ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? വേറെ അക്കൗണ്ട് തുടങ്ങുമ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു അറിവില്ല. എന്തായാലും പോയത് പോട്ടെ, നമ്മൾ അടുത്ത കാര്യങ്ങളോട്ട് വരാം. എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ താമസിക്കുന്നു? ഇതും +2ലാണ്. കുറേ അറിയാം, +2 പഠിക്കുന്നവർക്കറിയാം, പ്രത്യേകിച്ച് സയൻസ് എടുത്തിട്ടുള്ളവർക്കറിയാം.
ഭയങ്കര പണിയാണ്. റെക്കോർഡ്, മറ്റേത് മറിച്ചത്, ലാബ്, ലൂപ്പ് ഒരു ലൂപ്പിൽപ്പെട്ട അവസ്ഥയാണ്. രാവിലെ എണീക്കുക, സ്കൂളിൽ പോവുക, വൈകിട്ട് വരെ പഠിക്കുക. രാവിലെ എണീക്കുക, സ്കൂളിൽ പോവുക, വൈകിട്ട് വരെ പഠിക്കുക. ഇതാണ് ലൂപ്പിൽപ്പെട്ട അവസ്ഥയാണ്. ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം ട്യൂഷൻ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭാഗ്യം ട്യൂഷന് പോകുക. അല്ലെങ്കിൽ രാവിലെ എണീക്കുക, ട്യൂഷന് പോവുക, സ്കൂളിൽ പോവുക, വീട്ടിൽ വരിക. ലൂപ്പാണ് ഇത്. പിന്നെ ഞാൻ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ചെയ്യുന്ന വീഡിയോ ആണ്. എന്തായാലും ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ കണ്ടൻറ്റുകളായിട്ട് വരുന്നുണ്ട്. അപ്പം പുതിയ ഫോൺ കിട്ടുന്നവരെന്തായാലും പുതിയ ഫോൺ എന്തായാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അമ്മയുടെ ഫോണാണ്. അമ്മയുടെ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും പുതിയ ഫോൺ എടുക്കുമ്പോൾ പുതിയ ചെയ്യാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അത് ഞാൻ ചെയ്യാം. പുതിയ വെറൈറ്റി കണ്ടൻറ്റുകൾ വരുന്നുണ്ട് ഓരോ മാസവും. അല്ലാതെ ഒരു മാസം തന്നെ 100 വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് പറ്റത്തില്ല. പറ്റുവാണെങ്കിൽ ഒരു മാസം 2 വീഡിയോ ഇടാം. അല്ലാതെ ഷോർട്സ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം പ്ലാനുകൾ മാത്രമേ നടക്കുന്നുള്ളൂ, വീഡിയോ ഇടാൻ കഴിയുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിക്കുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് അപ്പം നോട്ടിസ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്ന് പ്രതീക്ഷ മാത്രം ഉള്ളിൽ അടക്കിക്കൊണ്ട്